ഇനി മറ്റു വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് സാഹചര്യം വിലയിരുത്താനും തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനുമാണ് കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലും മത്സരിക്കാനുള്ള മാനദണ്ഡങ്ങളും അന്തിമ തീരുമാനം യോഗത്തിന് ശേഷം അറിയാം. 2 തവണ MLA ആയവരെ മാറ്റി നിർത്തണോ അതോ ഇളവ് നൽകണോ എന്നതിൽ കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കും. മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. വെള്ളിയാഴ്ചയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ആരംഭിച്ച CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് സാഹചര്യം വിലയിരുത്താനും തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനുമാണ് കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലും മത്സരിക്കാനുള്ള മാനദണ്ഡങ്ങളിലും അന്തിമ തീരുമാനം യോഗത്തിന് ശേഷം അറിയാം. 2 തവണ MLA ആയവരെ മാറ്റി നിർത്തണോ അതോ ഇളവ് നൽകണോ എന്നതിലും കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. വെള്ളിയാഴ്ചയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചത്.